2017 ഇറങ്ങിയ കുരങ്ങ് ബൊമ്മൈ എന്നുള്ള സിനിമ. റൈറ്റർ ഡയറക്ടർ നിതിലൻ. ഭയങ്കരമായിട്ട് അത് ക്രിട്ടിക്കലി അക്ലെയിംഡ് ആണെന്ന് അറിഞ്ഞിട്ട് ഞാനത് തിയേറ്ററിലല്ല ഡൗൺലോഡ് ചെയ്ത് കണ്ടൊരു പടമാണ്. വിദാർത്ഥും വെറ്ററൻ ഡയറക്ടറായിട്ടുള്ള ഭാരതിരാജയായിരുന്നു അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നത്. ഗംഭീര പടമായിരുന്നു. ഒരു ക്രൈം ത്രില്ലർ ജോണറിലുള്ള മൂവിയായിരുന്നു. 8 വർഷത്തിന് ശേഷം നിതിലൻ ചെയ്യുന്ന പടമാണ് മഹാരാജ, വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ. റൈറ്റർ ഡയറക്ടർ നിതിലൻ സ്വാമിനാഥൻ, പ്രൊഡ്യൂസർ സുധൻ സുന്ദരം, പിന്നെ വിജയുടെ സ്വന്തം ജഗദീഷ് പളനിസ്വാമിയും. സിനിമാറ്റോഗ്രാഫി പുതിയ ആളാണെന്ന് തോന്നുന്നു, ദിനേശ് പുരുഷോത്തമൻ. എഡിറ്റർ ഫിലോമിൻ രാജാണ്, ലോകേഷ് കനകരാജിൻ്റെ സ്ഥിരം എഡിറ്റർ. പടത്തിന് മൊത്തത്തിൽ എനിക്കൊരു ആ ഒരു കട്ട്സിൻ്റെ പേസും പിന്നെ ആ ഒരു ഫിലിമിൻ്റെ ഒരു DA ചെയ്തേക്കുന്ന ഒരു ടോട്ടാലിറ്റിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ലോകേഷ് കനകരാജ് ഫിലിമിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈൽ എനിക്കതിനകത്ത് ഫീൽ ചെയ്തു. മേ ബി എഡിറ്റ്സിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജനീഷ് ലോക്നാഥാണ്, കാന്താരയുടെയൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. ഇദ്ദേഹം കുരങ്ങ് ബൊമ്മയിലും ഇദ്ദേഹം തന്നെയായിരുന്നു ചെയ്തിരിക്കുന്നത്. 1-2 പാട്ടേ ഉള്ളൂ, കൂടുതലും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പൊളിയാക്കി സെറ്റാക്കി പടത്തിനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഗംഭീര വർക്കാണ്, ടെക്നിക്കലി സൗണ്ടായിട്ടുള്ളൊരു മൂവി തന്നെയാണ്. വിജയ് സേതുപതിയുടെ 25ാമത്തെ സിനിമ സീതക്കാതി ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, 25ാമത്തെ പടം ഒരു കിടിലൻ ആക്ടർ തമിഴിൽ ചെയ്യുമ്പോഴത്തേക്ക് അയാളൊരു ഏറ്റവും ഭയങ്കര വലിയൊരു മാസ് മസാല മൂവി ആയിരിക്കുമല്ലോ ചെയ്യുന്നതെന്നൊക്കെ ആഗ്രഹിച്ചു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമയും വരുന്നത്. നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തിൽ നിന്നും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട്, എന്നാൽ കണ്ടൻറ് വൈസ് വേറെ ലെവൽ കണ്ടൻ്റാണ് എത്തിയിരിക്കുന്നത്. നിതിലൻ 8 വർഷത്തിന് ശേഷമാണ് തൻ്റെ 2ാമത്തെ സിനിമ ചെയ്യുന്നത്. വിജയ് സേതുപതിയാണ് ഈ പടത്തിൻ്റെ നായകനെങ്കിലും ശരിക്കും ഹീറോ ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. വിജയ് സേതുപതി ഇതിൻ്റെ ഒരു പ്രൊമോഷൻ പരിപാടിയിൽ എവിടെയോ പറയുണ്ടായി, ഈ പടത്തിൽ മഹാരാജ ഞാനാണെന്നുണ്ടെങ്കിലും പടം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നീ മഹാരാജയാകും എന്ന് ഡയറക്ടറിനോട്. ശരിക്കും മഹാരാജാവ് നിതിലൻ സ്വാമിനാഥൻ തന്നെയാണ്. മെയിൻ ലീഡ് വിജയ് സേതുപതി തന്നെയാണ്. പിന്നീട് വരുന്നത് അനുരാഗ് കശ്യപ്പാണ്. അനുരാഗ് കശ്യപ്പിനെ ലിയോ പടത്തിനകത്ത് കൊണ്ടുവന്ന് ടക്ന്ന് വെടിവെച്ച് കൊന്നു കളഞ്ഞു. തമിഴ് സിനിമയിൽ അനുരാഗ് കശ്യപ്പിന് മുമ്പും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ഒരു കസേരയിട്ട് പൊന്നാട അണിയിക്കുന്ന കണക്കുള്ളൊരു റോളാണ് ഈ പടത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നാറ്റി നടരാജൻ. ബോളിവുഡിലും കോളിവുഡിലും ഒക്കെ ഗംഭീര സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഒരു സിനിമാറ്റോഗ്രാഫറാണ് നടരാജൻ സുബ്രഹ്മണ്യം. പുള്ളിക്കാരൻ 2010 ആ സമയം തൊട്ട് പുള്ളി അഭിനയിക്കുന്നുണ്ടായിരുന്നു. 2014 ഇറങ്ങിയ ചതുരംഗ വേട്ട എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ പുള്ളിയെ നോട്ട് ചെയ്യുന്നത്. ഗംഭീര ആക്ടറാണ് പുള്ളി. നായകൻ കഥാപാത്രമായിട്ട് വന്നാലും വില്ലൻ കഥാപാത്രമായിട്ട് വന്നാലും ഈ ക്യാരക്ടർ റോളിൽ വന്നാലും ഒക്കെ പക്കയാണ്, പൊളിയാണ്. മമത മോഹൻദാസ് അഭിരാമിയൊക്കെ ഉണ്ടെങ്കിലും അഭിരാമിക്കൊക്കെ കുറേ കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ക്യാരക്ടറായിരുന്നു. മമതയ്ക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പടം ഉടനീളം മമതയുടെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും ഒരു ഗംഭീര പെർഫോമൻസ് കൊടുക്കാനുള്ള ഒരു സ്പേസ് തിരക്കഥയിൽ പുള്ളിക്കാരിക്ക് ഇല്ലായിരുന്നു. അതേപോലെ ദിവ്യഭാരതിയും ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ എന്നുള്ള നിലയിൽ വന്ന് പോവുകയാണ് ഉണ്ടായത്. സജന എന്നുള്ള 15 വയസ്സുകാരിയാണ് ഇതിനകത്ത് ഗംഭീര പെർഫോമൻസ് കൊടുത്തേക്കുന്ന ഒരു ഫീമെയിൽ ലീഡ് എന്ന് തന്നെ പറയാം. വിജയ് സേതുപതിയുടെ മകളായിട്ടാണ് പുള്ളിക്കാരി അഭിനയിച്ചിരിക്കുന്നത്. സിംഗംപുലി, അരുൾദാസ്, മുനീഷ് കാന്ത്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ പടത്തിനകത്ത് മെയിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോയ്സ് പടത്തിനകത്ത് കുമാർ എന്നുള്ള ക്യാരക്ടറില്ലേ, മണികണ്ഠൻ, പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചു വാങ്ങിയ റോളാണെന്ന് എനിക്ക് തോന്നി. ഭാരതിരാജയ്ക്ക് ഇതിനകത്തൊരു മുടിവെട്ടുകടയിലെ ഒരു അസിസ്റ്റൻറ്റ് താത്ത റോളുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ചോദിച്ചു വാങ്ങിയതായിരിക്കാനാണ് സാധ്യതയുള്ളൂ. കാരണം ഒരു ചെറിയ ക്യാരക്ടറാണ് ഇദ്ദേഹത്തിൻ്റെ വിജയ് സേതുപതിയുടെ സലൂണിലെ കൈസഹായി എന്നുള്ള നിലയിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ വരുന്ന 1-2 സീനാണെങ്കിലും നമുക്ക് ആ ഒരു ഫീല് കൊണ്ടുവരത്തക്ക രീതിയിലുള്ളൊരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ്. പെർഫോമൻസ് വൈസ് എല്ലാവരും പക്കയാണ്. അപ്പോഴും വിജയ് സേതുപതിയുടെയും അനുരാഗ് കശ്യപ്പിൻ്റെയും തട്ടത്താണ് തന്നെ ഇരിക്കും. അവർക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്. കഴിഞ്ഞൊരു 3-4 കൊല്ലം എടുത്തു നോക്കി കഴിഞ്ഞാൽ വിജയ് സേതുപതിയുടെ കരിയറിനകത്ത് ഈ പറഞ്ഞ പോലെ മെയിൻലി വരുന്നത് എല്ലാം വില്ലൻ. ഇപ്പം ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം ഷാറൂഖ് ഖാൻ്റെ വരെ വില്ലനായി അഭിനയിച്ചു കഴിഞ്ഞു. പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്ന ഇൻഡിവിജ്വൽ മൂവീസിനകത്ത് പോലും അത്ര ഒരു ഗ്രാഫ് അങ്ങ് ഉയർത്താൻ പറ്റിയില്ല. ഫ്രണ്ട്ഷിപ്പിൻ്റെ മേളിൽ ചെയ്ത പടങ്ങളാവാം, പറഞ്ഞ പോലെ കച്ചവട സാധ്യതകൾക്ക് വേണ്ടി മാത്രം ചെയ്ത പടങ്ങൾ ഉണ്ടാവാം. ഞാനൊരു പക്ക വിജയ് സേതുപതി ഫാനാണ്. നേരത്തെ പറഞ്ഞ പടങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ കുറേ പടങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. കാണേണ്ട ആവശ്യമില്ല. ഇത് വേറൊരു കാറ്റഗറിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതൊരു വേറൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന മൂവിയാണെന്നുള്ളൊരു തോന്നല്. പിന്നീട് പുള്ളി ലാസ്റ്റ് കൊടുത്ത ഇൻ്റർവ്യൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, മതി ഇനി പറഞ്ഞ പോലെ വില്ലൻ റോളിലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹീറോ ലെവലിലോ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇനി എൻ്റേതായിട്ടുള്ള മാർക്കറ്റിൽ അല്ലെങ്കിൽ ഞാൻ ഇനി എൻ്റേതായിട്ടുള്ള പടങ്ങൾ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഞാൻ ഇതിനെ കാണുകയാണ്. ആ ഒരു മഹാരാജ എന്നുള്ള റോളിൽ ഇദ്ദേഹത്തിനെ അല്ലാതെ നമുക്ക് വേറൊരാളെയും ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് വിജയ് സേതുപതി നിൽക്കുന്നത്. ഇതെല്ലാം പടത്തിൻ്റെ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ പടത്തിൻ്റെ ഒരു ഗംഭീര പോസിറ്റീവ് എന്ന് പറയുന്നത്, ഞാൻ ഈ പടം കാണുമ്പോഴല്ല എനിക്ക് ക്രിസ്റ്റഫർ നൊളാനും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓർമ്മ വരുന്നു എന്നുള്ളത് തന്നെയാണ്. നൊളാൻ്റെ സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ റൈറ്റിംഗ് പാറ്റേൺ, അതിൻ്റെ തിരക്കഥയുടെ രീതികളൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള പടങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ ഈ
ഒരു പാറ്റേണിൽ വരുന്നില്ല. നമുക്കറിയാം ടൈം ലൈൻ വെച്ചിട്ടുള്ള കളിയാണ് പുള്ളിക്കാരൻ്റെ തിരക്കഥയിൽ വരുന്നത്. മെമൻറ്റോ തൊട്ട് ഇൻസെപ്ഷൻ തൊട്ട് പടങ്ങൾ വരുമ്പോഴത്തേക്ക് നോൺ ലീനിയർ രീതിയിൽ വരുന്ന കഥകൾ, അത് നമുക്ക് നോൺ ലീനിയർ രീതി ആണോ ഇല്ലയോ, എന്താണ് ഈ പറഞ്ഞ പരിപാടി എന്ന് മനസ്സിലാകാവുന്നതിന് തന്നെ സമയമെടുക്കും. പടം തുടങ്ങി ഒരു ബേൺ ചെയ്ത് ഒരു 30-40% ആകുമ്പോഴാണ് നമ്മൾ കണക്ഷൻ ആയി തുടങ്ങുന്നത്. ഓക്കെ, ഈ പടം ഇങ്ങനെയാണ് റൺ ആവുന്നത് എന്നുള്ളത്. ഈവൻ ഡൻകിർക്ക് പോലും, ഞാൻ നൊളാൻ്റെ പടത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, സെയിം പാറ്റേണിൽ ഗംഭീരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഒരു രക്ഷയില്ല. നമുക്കിത് ഏത് പാറ്റേൺ, ഇത് എവിടെയാണ് എങ്ങനെയാണ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ശരിക്കും കഥ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കഥയാണ് പടം മൊത്തം കണ്ടു കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ ഇതിന് തിരക്കഥയിൽ എടുത്തിരിക്കുന്ന രീതി, ഈ ഒരു ടൈം ലൈൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്ന് വേറൊരു കഥ വരുന്നു, ഇതെവിടെ എപ്പോൾ മാച്ചാവും, ഈ മാച്ചാവുന്ന സമയത്തൊരു മാജിക്ക് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും, പടം കണ്ടു കഴിഞ്ഞ് നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും ഒക്കെ ശരിക്കും വാവ്, ഇത് രസമുണ്ട്, ഭയങ്കര രസമാണ്. ഇതെങ്ങനെയായിരിക്കും ഈ പുള്ളി ഇതിനകത്ത് തിരക്കഥ എഴുതിയിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നി. ഞാൻ ഉറപ്പായിട്ട് ഈ പടം ഒന്നുകൂടെ കാണും. വെർത്ത് വാച്ചിങ് ആണ്. പൂർണ്ണമായിട്ടും ഒരു ത്രില്ലർ ജോണറിലുള്ള മൂവി തന്നെയാണ്. അതിനകത്ത് ഡ്രാമ വച്ചിട്ടുള്ള ഒരു ത്രില്ലർ ഡ്രാമ എന്നൊക്കെ പറയാം. പക്ഷേ അതിനകത്ത് പെർഫോമൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, എമോഷൻസ് ഉണ്ട്. ഓൺലൈൻ മീഡിയസിൽ അതൊക്കെ പ്രധാനമായിട്ട് പറയുന്നൊരു സംഭവം, ഞാൻ മലയാള സിനിമകളെല്ലാം കത്തിക്കയറി പോകുന്നു, തമിഴ്നാട്ടിലെ തിയേറ്റർ മുഴുവൻ മലയാള സിനിമകൾ റൂൾ ചെയ്യുന്നു, തമിഴിൽ നിന്ന് വരുന്ന പടങ്ങളിലെല്ലാം ഈ പറഞ്ഞ പോലെ ചവറ് പടങ്ങളായി പോകുന്നു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. സോ മഹാരാജ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ്. തമിഴ്നാട്ടിലെ തിയേറ്റേഴ്സും കേരളത്തിലെ തിയേറ്റേഴ്സും മേ ബി ഇന്ത്യയിലെ മുഴുവൻ തിയേറ്റേഴ്സ് റോൾ ചെയ്യാൻ സാധ്യതയുള്ളൊരു പൊട്ടൻഷ്യലുള്ളൊരു പടം തന്നെയാണ്. ഇതിൽ അനുരാഗ് കശ്യപ് പുള്ളിക്കാരൻ്റെ ഡയലോഗെല്ലാം പുള്ളിക്കാരൻ ഹിന്ദി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ലിപ്പ് നമുക്ക് മൂവ്മെൻറ്റ് കാണുമ്പോൾ അറിയാം, പടം ഫുള്ള് പുള്ളി ഹിന്ദിയിലാണ് ഡയലോഗ് പറഞ്ഞിരിക്കുന്നത്. മേ ബി ഇത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവിടെ നല്ലൊരു തിയേറ്റർ റെസ്പോൺസ് കിട്ടാൻ സാധ്യതയുള്ള മൂവി തന്നെയാണ്. അനുരാഗ് കശ്യപിന് നമുക്ക് ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാവും, ഒരു വില്ലൻ പോലത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് പിടിച്ചിരിക്കുന്ന, ഒരു നെഗറ്റീവ് റോള് തന്നെയാണ്. പക്ഷേ അത് നമുക്ക് വളരെ ജെന്യുവിനായിട്ട് ആ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. എന്തുകൊണ്ട് ആ ക്യാരക്ടർ അങ്ങനെ എന്നുള്ളത് ബേസ് ചെയ്ത് അദ്ദേഹത്തിനോടും നമുക്ക് ഇമോട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള സീൻസൊക്കെ വെച്ച് തന്നെയാണ് പടം പോകുന്നത്. ഒരു വിജയ് സേതുപതി പടത്തിന് കിട്ടുന്ന ഗംഭീര ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. 3 ദിവസത്തിൽ തന്നെ ഏകദേശം ഒരു 35 കോടിയോളം കളക്ഷനൊക്കെ ആയിട്ട് പടം കളക്ഷൻ റെക്കോർഡുകളെല്ലാം നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള പടങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്തിട്ട് OTT-ലോ TV-ലോ ഒക്കെ വരുമ്പോൾ ഈ പടം തിയേറ്ററിൽ പോയി കാണേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഒരു കൂട്ടം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ല ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഹൈലി റെക്കമെൻഡിങ് മൂവിയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലെല്ലാം ഓടുന്നുണ്ട്. നിങ്ങളും പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.